സ്കൂളൊക്കെ തുറക്കാറായി. അപ്പോൾ ഈ ഒരു അക്കാഡമിക് ഇയറിൽ നിങ്ങളുടെ പഠിത്തത്തെ ഈസി ആക്കാനായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള 5 ടിപ്സ് നോക്കിയാലോ. അതും നിങ്ങൾ അധികം ടയേർഡ് ആക്കാത്ത രീതി, എക്സോസ്റ്റഡ് ആവാത്ത രീതിയിലുള്ള കുഞ്ഞ് 5 ടിപ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ടിപ്സ് എന്ന് പറയുന്നത് മിസ് വെറുതെ മിസ്സിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പറയുന്നതല്ല, സ്റ്റുഡൻറ് സൈക്കോളജി അനുസരിച്ച് ഒരുപാട് വിദഗ്ധർ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ടിപ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് റെഫർ ചെയ്തിട്ടാണ് മിസ് ഈ ടിപ്സ് എടുത്തിട്ടുള്ളത്, അല്ലാതെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മൈൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കാനായിട്ടൊരു പ്രോപ്പർ സ്റ്റഡി ടൈം പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പലരും പറയും രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയും. ചിലർ പറയും അല്ല രാത്രി ഉറങ്ങുന്നതിന് മുൻപ് പഠിക്കാനാണ് നല്ലതെന്ന് പറയും. ഇപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴാണ് നിങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ട് തോന്നുന്നത്, എത്ര സമയം ഇരുന്നാലും വലിയ പ്രശ്നമില്ല എന്ന് തോന്നുന്നത് ഏത് ടൈമിലാണോ ആ ടൈം നിങ്ങൾ ചൂസ് ചെയ്ത് ആ സമയത്ത് തന്നെ കറക്റ്റായിട്ട് പഠിച്ചു പോകുക എന്നുള്ളതാണ്. കാരണം നമ്മൾ മനുഷ്യന്മാരൊക്കെ ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഞാൻ പഠിക്കുന്ന രീതി ആയിരിക്കില്ല വേറൊരാൾ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് സമയത്താണോ കംഫർട്ടബിൾ ആ സമയം ചൂസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് പൊമഡോറോ മെത്തേഡാണ്. എന്താ ഈ പൊമഡോറോ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ അരമണിക്കൂർ പഠിക്കാൻ വേണ്ടി പോവുക എന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിൽ 25 മിനിറ്റ് പഠിക്കാനും 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും വേണ്ടി മാറ്റി വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് റിലാക്സ്ഡ് ആവാനുള്ള സമയം കൂടെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 25 മിനിറ്റ് നിങ്ങൾ നല്ല വൃത്തിക്ക് ഇരുന്ന് പഠിച്ചോളും. പിന്നെയുള്ള 5 മിനിറ്റ് നിങ്ങളൊന്ന് റിലാക്സും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച കാര്യം നല്ല വൃത്തിയായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. ഇതൊരു സൈക്കോളജി റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ മൈൻഡ് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ വേറെ ഒരു പരിപാടിക്കും പോകരുത്. 5 മിനിറ്റ് വെറുതെ ഇരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ച കാര്യം ഓർക്കുക, അല്ലെങ്കിൽ ഇനി അടുത്ത പഠിക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും നോക്കുക, അല്ലെങ്കിൽ എണീറ്റ് നടക്കുക, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. ഒരു കാരണവശാലും ഫോണിൽ അങ്ങനത്തെ പരിപാടിയൊന്നും എടുക്കരുത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഈറ്റ് ദാറ്റ് ഫ്രോഗ് ഫസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അത് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് 2 രീതിയിൽ ഈ ഒരു സംഭവത്തെ, ഈ ഒരു ടിപ്സിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് നമ്മുടെ മൈൻഡിനെ ഒരു ഇലൂഷൻ കൊടുത്ത് പഠിക്കുന്ന പരിപാടിയാണ്. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പ്രോബ്ലം പേപ്പർ, ഇപ്പോൾ മാത്സോ അല്ലെങ്കിൽ അക്കൗണ്ടൻസി പോലുള്ള പ്രോബ്ലം പേപ്പേഴ്സാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഒരു കാരണവശാലും ഏറ്റവും ടഫായിട്ടുള്ള പോർഷൻസ് തൊടാനേ പാടില്ല. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ടഫായിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് 1-2 പ്രോബ്ലം ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്നാകുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവും, സ്ട്രെസ്ഡ് ആവും. പിന്നെ മുന്നോട്ട് പഠിക്കാൻ അത് നിങ്ങളെ സമ്മതിക്കില്ല. അത് നിങ്ങളിങ്ങനെ ബാക്കോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. അയ്യോ വേണ്ട എന്ന് തോന്നും. നിങ്ങളുള്ള ട്രസ്റ്റ് അങ്ങോട്ട് പോകും. പകരം നിങ്ങൾ ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് കുറച്ചുകൂടെ കൊള്ളാലോ, നല്ല പരിപാടിയാണല്ലോ തന്നെ മനസ്സ് കുറച്ചുകൂടെ ആക്റ്റീവ് ആവാൻ തുടങ്ങും. അങ്ങനെ ആവുന്ന സമയത്ത് ആ ഒരു ചെറിയ പ്രോബ്ലം സോൾവ് ചെയ്ത് വലുതിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പോർഷൻസ് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നേരെ തിരിച്ച് തിയറി പേപ്പേഴ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ടഫായിട്ടുള്ള പോർഷൻസ് ആദ്യം പഠിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് വലിയൊരു ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മനസ്സിങ്ങനെ പറഞ്ഞിരിക്കും ഇനി കുറച്ചല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സ് ഓക്കെ പഠിക്കാനായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇത് രണ്ടും സൈക്കോളജി, അതായത് നിങ്ങളുടെ കുട്ടികളിൽ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള ടിപ്സാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ 4ാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് എനർജി മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ്. നിങ്ങൾക്കൊക്കെ എനർജി ആവശ്യമാണല്ലോ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ കുറച്ച് കഴിയുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടൈം കഴിയുമ്പോൾ നിങ്ങൾ ടയേർഡാവും, സ്വാഭാവികമാണ്, ടയേർഡാവും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പവർ നാപ്പ് എടുക്കുക എന്നുള്ളത്. പവർ നാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 10 മിനിറ്റ് ഒന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ബെഡൊക്കെ വിരിച്ച് കിടക്കുന്ന പരിപാടിയല്ല. ജസ്റ്റ് ആ പഠിച്ചോട് തന്നെ ജസ്റ്റ് ഒന്ന് കിടക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഉറക്കം വരുന്നില്ല എന്നാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ 10 മിനിറ്റ് ഒന്ന് എണീറ്റ് നടക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈൻഡ് കണ്ണൊക്കെ ഒന്ന് അടച്ചിട്ട് കാമായിട്ടൊന്ന് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യുക. ടയേർഡായി തോന്നി അവിടെ നിർത്തുക, 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഒരു കാരണവശാലും ഫോൺ യൂസ് ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മൈൻഡിന് വേണ്ട ഒരു റെസ്റ്റും കിട്ടും, നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങളെ ആക്റ്റീവ് ആക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ പഠിക്കുമ്പോൾ നിങ്ങൾ എഫക്റ്റീവായിട്ട് പഠിച്ചു തുടങ്ങും. പിന്നെ നമ്മളുടെ ലാസ്റ്റത്തെ 5ാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫ്ലാഷ് കാർഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നിങ്ങളൊരു ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു A4 ഷീറ്റോ എടുക്കുക, എന്നിട്ട് അതിനൊരു കാർഡിൻ്റെ സൈസിൽ നിങ്ങൾ വെട്ടിയെടുക്കുക. ഈ ഒരു ടിപ്സ് നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എക്സാം സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ പോർഷൻ കവർ ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഫ്ലാഷ് കാർഡിൽ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കാര്യം പഠിച്ചു, ഒരു ടോപ്പിക് പഠിച്ചു, നിങ്ങളിപ്പോൾ ബിസിനസ്സിലെ 3 ടൈപ്പ് ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫോംസ് ഓഫ് ബിസിനസ് ഒക്കെ പഠിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എത്ര ടൈപ്പ് ബിസിനസ് ഉണ്ട് എന്ന് നിങ്ങൾ ഇവിടെ ക്വസ്റ്റ്യൻ എഴുതുക, അതിൻ്റെ ബാക്കിൽ അതിൻ്റെ ആൻസർ എഴുതുക.
അപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ആൻസേഴ്സ് ഒരു ഫ്ലാഷ് കാർഡ് പോലെ എഴുതി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ടേബിളിലൊക്കെ ഈ സാധനം കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് വായിച്ചിട്ട് അതിൻ്റെ ആൻസർ നോക്കുമ്പോൾ നിങ്ങൾ ആ പഠിച്ച കാര്യത്തെ വീണ്ടും ഒന്ന് റിമൈൻഡ് ചെയ്യും. ഒരു മെൻ്റൽ എക്സസൈസ് അവിടെ നടക്കും. അപ്പം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ റിവിഷൻ നടത്തുന്നുമുണ്ട്. പ്രോപ്പറായിട്ട് ഇൻ്റർവെൽസിൽ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റീകളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈസി ആയിട്ട് നടക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനത്തെ ഇഫക്റ്റീവായിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. അതായത് വെറുതെ പഠിക്കല്ല, പഠിക്കുന്നത് കാര്യത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള 5 ടിപ്സാണ്. ഇതിൽ ഏത് ടിപ്സാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്, ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുക എന്നുള്ളത് നിങ്ങൾ കമൻസിൽ പറയുക. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അതും കമൻസിൽ പറയാം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലത്തുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഹാപ്പി ലേണിംഗ്, കീപ് ലേണിംഗ്.